ചേച്ചി ഒന്ന് പറഞ്ഞു ഇതെങ്ങനെ മേക്ക് ചെയ്യുന്നുള്ളത്. ആദ്യം കറുമ്പ് കൊണ്ടുവന്ന് അവിടെ ആ കറുത്ത മെഷീനിലെ ജ്യൂസ് അടിക്കും. ഇത് അവിടെ ഒരു 2.5 ടൺ ജ്യൂസ് കറുമ്പ് അടിക്കുമ്പോൾ ഒരു 800-850 ലിറ്റർ ജ്യൂസ് കിട്ടും. ആ ജ്യൂസ് ആ ടാങ്കിലേക്ക് വരും. ആ ടാങ്ക് ഫുള്ളായതിനു ശേഷം ഇതിലേക്ക് ഒഴിക്കും. ഈ ചട്ടിയിൽ, ഈ വലിയ ചട്ടിയിൽ അതിൽ ഒഴിച്ചിട്ട് തീ കൊടുക്കും. തീ കൊടുക്കുമ്പോൾ കുറച്ച് ചുണ്ണാമ്പിടും. ഒരു 100 ഗ്രാം ചുണ്ണാമ്പിടും. ചുണ്ണാമ്പിട്ടിട്ട് തീ കൊടുക്കുമ്പോൾ ആ കരിമ്പിൻ്റെ അളുക്ക് മൊത്തം പതയായിട്ട് മുകളിൽ പൊങ്ങി വരും. അതൊക്കെ കോരി മാറ്റും. അത് മാറ്റിയതിന് ശേഷം നല്ലപോലെ 3.5 മണിക്കൂർ തീ കൊടുക്കും. നല്ല ഹെവിയായിട്ട് തീ കൊടുക്കുമ്പോൾ അത് വറ്റിച്ച് അതൊരു പാകത്തിനാകുമ്പോൾ അവർ വെള്ളത്തിലിട്ട് നോക്കും. അവർക്കറിയാതെ പാകം എങ്ങനെയുണ്ടെന്ന്. അപ്പം അത് ഇതിലേക്ക് മാറ്റും. ആ വാൽവ് കറന്നിട്ട് അതൊരു പാറ്റി വെച്ചിട്ട് ഈ പലക ബാക്സിലെ മാറ്റും. അതിൽ മാറ്റിയിട്ട് അത് കുറച്ച് നേരം ഇളക്കി ഇങ്ങനെ തണുപ്പിക്കും. ഈ തണുപ്പിക്കുമ്പോൾ നമ്മൾ ഈ ആഡ് ചെയ്യുന്നത് ചുക്ക് ശർക്കരയോ അല്ല മസാല ശർക്കര, ചോക്ലേറ്റ് അതുപോലെ സാധനങ്ങൾ അതിൽ ആഡ് ചെയ്യും. ആഡ് ചെയ്തിട്ട് കുറച്ച് നേരം ഇളക്കുമ്പോൾ ഒരു കൈ പിടിക്കുന്ന പാകം വരും. എന്നിട്ട് ബോളാക്കും. ഈ പൗഡർ ആകുമ്പോൾ 4 മണിക്കൂർ വേവിക്കും. വേവിച്ച് അതിൻ്റെ വാട്ടർ കണ്ടൻസ് കുറയുമ്പോൾ ഇതിലേക്ക് മാറ്റും. ഇതിൽ മാറ്റിയിട്ട് ഇങ്ങനെ ഇളക്കി തണുപ്പിച്ച് കൈ കൊണ്ടാണ് പൊടിക്കുന്നത്. എല്ലാം പൊടിച്ച് പിന്നെ പിറ്റേ ദിവസം ഇതൊക്കെ പാക്കറ്റിലാക്കും. പിന്നെ ശർക്കര പാനിയുണ്ട്. ടോട്ടൽ എത്ര ടൈമിംഗ് എടുക്കുന്നുണ്ട് പ്രോസസ്സിങ്ങിന്? ടോട്ടൽ 3.5-4 മണിക്കൂർ. 3.5-4 മണിക്കൂർ. അതായത് അവിടുന്ന് പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് നേരെ ഇവിടെ വന്നിട്ട് ചെയ്യുന്ന ടോട്ടൽ അവേഴ്സ് 3.5 മണിക്കൂർ. ഇതിൽ തിളപ്പിക്കുന്നത് മാത്രം 3.5-4 മണിക്കൂർ. അവിടെ ജ്യൂസ് അടിക്കുന്നത് ഒരു 2-2.5 മണിക്കൂറാകും. 2.5 മണിക്കൂർ എടുക്കും. ഇപ്പൊ രാവിലെ 8 മണിക്ക് തുടങ്ങി ഒരു പ്രാവശ്യം ജ്യൂസ് അടിച്ച് ഇവിടെ വെച്ചേക്കുക. ഇതിപ്പോ അടിയിൽ തീ കൊടുത്തോണ്ടിരിക്കുക. ഇപ്പൊ മറുപടിയും ജ്യൂസ് അടിക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ പാത്രത്തിൽ ഉണ്ടാക്കി ഇതിൽ മാറ്റുമ്പോൾ ആ ചട്ടി കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെയും അതിൽ ജ്യൂസ് ഒഴിക്കണം. അത് ഒഴിച്ച് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കണം. ഏകദേശം ഇതെല്ലാം ഒരുമിച്ച് ശർക്കരയാകുമ്പോൾ ഒരു 8-8.5 മണിക്കൂറാകും. പളനിയമ്മ.